സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാ വേദികളിലും മത്സരാർത്ഥികൾ വളരെ ആവേശത്തോടു കൂടി മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ഈ മത്സരങ്ങൾക്ക് അവരുടെയൊക്കെ പിന്തുണയേകാൻ ധാരാളം ആളുകൾ തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കലോത്സവത്തിനെ ചുക്കാമിടിക്കുന്ന മന്ത്രി കെ രാജൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് രണ്ടാം ദിനം? അടിപൊളി. രാവിലെ 6 മണിക്ക് തന്നെ ഭക്ഷണപ്പുരയിൽ നിന്ന് ആരംഭിച്ചതാണ് പര്യടനം. ഇന്നലെ ഞങ്ങൾ പോകുമ്പോൾ 1 മണി 2 മണിയായി. TCV രാത്രി ഏറെ വൈകും വരെ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ലൈവായി കുട്ടികളൊക്കെ വൈബാക്കി കൊടുത്തുകൂടി ഉണ്ടായിരുന്നു എന്ന് കണ്ടു. വളരെ സന്തോഷം. അപ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ള മത്സരങ്ങൾ, എന്നാൽ ഒന്നിനൊന്ന് മികവായവ. ഞങ്ങൾ തന്നെ പല സ്ഥലത്തും കണ്ടിരുന്നിട്ട് ഏതൊന്നാം സ്ഥാനം കിട്ടുന്നൊക്കെ ഞാനും DGയും പരസ്പരം ചോദിച്ചു. ഞങ്ങൾ കരുതിയതൊന്നുമല്ല, അത്രയും മിടുക്കോട് കൂടിയിട്ടുള്ള കലാപരിപാടികളാണ്. ഇന്നിപ്പോൾ എല്ലാ വേദിയിലും കൃത്യമായ സമയത്ത് തന്നെ മത്സരങ്ങൾ ആരംഭിച്ചു. ചിലതിൽ ചില ആളുകൾ വരാനുള്ള പ്രശ്നം അങ്ങനെ ചിലതുണ്ടായിരുന്നു. ഞാനിന്ന് രാവിലെ പുതിയതായി ഇന്ന് മത്സരം തുടങ്ങുന്ന ഇന്നലെ ഇല്ലാത്ത ലാലൂർ IM വിജയൻ മെമ്മോറിയൽ ഗ്രൗണ്ടിൽ പോയി. അവിടെയും ബാൻഡ് സെറ്റ് മത്സരം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു 12-12:30 നേരത്തും പണിയ നൃത്തം നടത്തുന്ന ബാനർജി ക്ലബിൻ്റെ മുമ്പിലുള്ള 3-ാം വേദിയിൽ വൻ ജനക്കൂട്ടമാണ്. ഇന്നലെ നമ്മൾ കണ്ടല്ലോ, ഇവിടെ രാത്രി വൈകോളം ജനങ്ങൾ നിൽക്കുകയാണ്. ഈ ഉത്തരവാദിത്തോടെ സ്നേഹത്തോടെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്രത്തോളം അടുത്തെത്തി? വളരെ അടുത്തു. കാരണം ഉത്തരവാദ കലോത്സവം എന്ന ഒരാശയം നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലതുപോലെ എടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം വളരെ ശ്രദ്ധയോടെ അലക്ഷ്യമായി സാധനങ്ങൾ വിടാതെ ഞങ്ങൾക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട് എന്നൊരു പൊതുബോധത്തിലേക്ക് കൊണ്ടുവരിക, അതൊരു വലിയ കാര്യമാണ്. കാരണം കലോത്സവത്തിലെ സമ്മാനം മാത്രമല്ല, പണ്ട് നമ്മളൊക്കെ ഈ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ നമ്മുടെ ഇനം എങ്ങനെയെങ്കിലും ഒന്ന് കഴിയണം എന്നാണ് ആഗ്രഹം. പിന്നെ അങ്ങ് ബാക്കിയുള്ള ദിവസം അലച്ചിലാണ്. ഈ അലച്ചിലൊരു സുഖമുണ്ട്. വെയിലുണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നു. വെയിലൊരു കനമല്ല. ഇപ്പോൾ തൃശ്ശൂർ പൂരം നടത്തുന്നവരല്ലേ നമ്മൾ. തൃശ്ശൂർ പൂരത്തിന് വിയർക്കാതെ ആ ചൂടിങ്ങനെ അനുഭവിക്കാതെ ഒരു പൂരം നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ? എന്നിട്ടൊരു ചെറിയ കുളിർകാറ്റ് വരുമ്പോൾ അതിൻ്റെ സന്തോഷം. തൃശ്ശൂർ പൂരം തന്നെ നമ്മൾ നാട് ഏറ്റെടുത്തിട്ടുള്ളൊരു കലാപൂരമാണ്. നമ്മുടെ ഈ കുട്ടികളുടെ സമകാലിക വിഷയങ്ങളോട് പ്രതികരണം, ഞാൻ ഇന്നലെ രചനാ മത്സരങ്ങളൊക്കെ വീക്ഷിക്കുകയായിരുന്നു. ആ രചനകളൊക്കെ പരിശോധിച്ചപ്പോൾ സമകാലികമായ വിഷയങ്ങളോട് വളരെ തീവ്രമായിട്ടാണ് കുട്ടികൾ പ്രതികരിക്കുന്നത്. അതെന്താണ് മിനിസ്റ്റർക്ക് തോന്നുന്നത്? അല്ല, എനിക്ക് തോന്നിയ വേറൊരു കാര്യം, അത് വളരെ ശരിയായൊരു TCV കണ്ടെത്തിയ വളരെ ശരിയായൊരു കാര്യം, നമ്മളൊക്കെ പലരും വായന മരിച്ചു, കുട്ടികൾക്ക് ആശയമില്ല, സർഗാത്മകത തീർന്നു, കമ്പോളത്തിൻ്റെ ആവർത്തനങ്ങളാണ്. അതൊന്നുമല്ല എന്ന് ഈ കലോത്സവം നല്ലതുപോലെ തെളിയിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കച്ചവടവൽക്കരണത്തിൻ്റെ ഈ കാലത്തും ഒരു ബദൽ ഉയർന്നു വരുന്നുണ്ട്. ആ ബദലിൽ കുട്ടികളുടെ ഭാവനയുണ്ട്, കുട്ടികളുടെ സർഗാത്മകതയുണ്ട്. അവർ തന്നെ ഇംപ്രവൈസിംഗ് ആയിട്ട് ഇപ്പോൾ രചനാ മത്സരങ്ങളിൽ, പ്രസംഗ മത്സരങ്ങളിലൊക്കെ കാണുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു സർഗാത്മകത കൂടിയാണ്, അവരുടെ ഒരു ഭാവന കൂടിയാണ്. ആ അർത്ഥത്തിൽ നിരാശപ്പെടാൻ ഒന്നുമില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ലോകം വളരെ ഭദ്രമാണ്, മലയാളം വളരെ ആവേശകരമായിട്ടുള്ള അടിത്തറയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒറ്റ പോയിൻ്റാണ്, ഒരു മാനവികത നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഉത്തരവാദിത്വം നമ്മളോട് മാത്രമല്ല, ഉത്തരവാദിത്വം സമൂഹത്തിനോടും സഹജീവികളോടും പ്രകൃതിയോടും കൂടിയാണ് എന്ന് കുട്ടികൾ ബോധ്യപ്പെടും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. അത്തരം ഉത്തരവാദിത്വത്തോടെ സ്നേഹത്തോടു കൂടി കുട്ടികളെ ഈ കലോത്സവം ഏറ്റെടുത്തിരിക്കുകയാണ്. വളരെയധികം നന്ദി മിനിസ്റ്റർ.